ഈ ബൈബിൾ സ്റ്റഡിയുടെ 4-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഇനി നാം ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നാം വായിച്ചതായ വാക്യത്തിലേക്ക് മടങ്ങി വരാം. 22-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഇവിടെ ശിഷ്യന്മാരോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ അക്കരയ്ക്ക് പോകുക, ഇവിടെ നീ നിൽക്കണ്ട എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? അതിന്റെ വിശദീകരണം അവിടെ കാണുന്നില്ല. എന്നാലേ യോഹന്നാൻ ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയ ഭാഗവും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. കർത്താവ് ഇവർക്ക് അപ്പമൊക്കെ ഇങ്ങനെ നുറുക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ജനം വിചാരിച്ചു കർത്താവ് വളരെ നല്ലയാളാണ്, കർത്താവിനെ പോലെ ഒരാളെയാണ് രാജാവായിട്ട് കിട്ടുന്നതെങ്കിൽ അത് അത്ഭുതകരമായ കാര്യമായിരിക്കും, പിന്നീട് പട്ടിണിയൊന്നുമില്ലാതെ ജീവിക്കാമല്ലോ എന്നാണ് ഇവരുടെ ചിന്ത. ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പട്ടിണിയുള്ള കാലമാണ്. ജനങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ കഴിവുള്ള ആരായാലും ആ വ്യക്തി വേണം രാജാവാകാൻ എന്നാണ് ചിന്ത. ഇന്നാണെ പോലും ആഹാരം തരാൻ കഴിവുള്ള ആളെ തീർച്ചയായും നാം ഡിപ്പെൻഡ് ചെയ്യുമല്ലോ, ബഹുമാനിക്കുമല്ലോ. അന്നും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഇത് തിന്നവർക്ക് മനസ്സിലായി യേശുവിനെ പിടിച്ച് രാജാവാക്കുകയാണ് വേണ്ടത് എന്ന്. മാത്രമല്ല അതിൽ അവർ തെറ്റൊന്നും കണ്ടില്ല. കാരണം സാധാരണ മനുഷ്യരെല്ലാം വളരെ അംബീഷ്യസ് ആണ്. രാജാവാകാന് ഒരു ചാൻസ് കിട്ടും എന്ന് കണ്ടു കഴിഞ്ഞാല് സാധാരണക്കാരും അത് വിടത്തില്ല. പണം കിട്ടുമെന്ന് കണ്ടാൽ നമ്മൾ വിടുമോ? സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് കണ്ടാൽ വിടുമോ? ഇതുപോലെയൊരു കാര്യമാണ്. ജനങ്ങളെല്ലാം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പണത്തിനു വേണ്ടി, പ്രതാപത്തിനു വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ ഓടി നടക്കുകയാണ്. അതുകൊണ്ട് കർത്താവിനെ പിടിച്ച് രാജാവാക്കുമെന്ന് പറഞ്ഞാൽ കർത്താവ് അംഗീകരിക്കും എന്നാണ് ഇവരുടെ ചിന്ത. ഇവരൊന്നും ആക്കാത്തത് കൊണ്ടാണ് കർത്താവ് അങ്ങനെ നടക്കുന്നത് എന്നാണ് ഇവരുടെ ചിന്ത. അതുകൊണ്ട് ഇവർ തീരുമാനിച്ചു കർത്താവിനെ അങ്ങ് രാജാവാക്കിയേക്കാം. വിശന്നാലുടൻ യേശുവിന്റെ അടുത്ത് ചെല്ലുക, യേശു തങ്ങളുടെ വിശപ്പ് മാറ്റുകയും ചെയ്യും. അങ്ങനെ യേശുവിനെ രാജാവാക്കാൻ അവർ ശ്രമിക്കുകയാണ്. വാസ്തവത്തിലെ നമുക്കറിയാവുന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് യേശുവിനെ കാണാൻ വേണ്ടി, യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് വിദ്വാൻമാര് വന്നത്. മാത്രമല്ല ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന 69 ആഴ്ചവട്ടം തികയുന്ന ആ ദിവസം കർത്താവായ യേശു ക്രിസ്തു കഴുതപ്പുറത്തു കയറി രാജാവാകുവാൻ വേണ്ടി തന്നെ യെരുശലേമിലേക്ക് വരുന്നതായി നാം പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ രാജാവാകുക എന്നതിനോട് കർത്താവിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അത് സംഭവിക്കേണ്ടതിന് മുൻപ് സംഭവിക്കുവാൻ പാടില്ല. ഇപ്പോഴേ കർത്താവിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. കാരണം ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന 69 ആഴ്ചവട്ടം കഴിയുമ്പോഴാണ് കർത്താവിന്റെ ശുശ്രൂഷ അവസാനിക്കുന്നത്. അതിനു മുമ്പ് ഇവരെല്ലാം ചേർന്ന് കർത്താവിനെ രാജാവാക്കിയാലേ ദൈവിക പദ്ധതിക്ക് കോട്ടം വരും, മാറ്റം വരും. പക്ഷേ ദൈവിക പദ്ധതി ഒരിക്കലും മാറാവുന്നതല്ല, മാറ്റാവുന്നതല്ല. അതുകൊണ്ട് ദൈവിക പദ്ധതി പ്രകാരം കാര്യങ്ങൾ പോകുവാൻ വേണ്ടി ഇപ്പോൾ കർത്താവ് ഒഴിഞ്ഞു നിന്നേ മതിയാകൂ. പക്ഷേ ഭക്ഷണം കഴിച്ച് തൃപ്തരായ ഈ ജനം തന്നെ രാജാവാക്കാതെ അടങ്ങുകയില്ല എന്ന വാശിയിലാണെന്ന് കർത്താവിന് മനസ്സിലായി. അതുകൊണ്ടാണ് കർത്താവ് തന്നെ നേരിട്ട് ഇടപെട്ട് ഇവരെ പറഞ്ഞയക്കുന്നത്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ എന്നാണ്. അപ്പോൾ യേശു തന്നെ നേരിട്ട് ഇടപെട്ട് പുരുഷാരത്തെ പറഞ്ഞയക്കുകയാണ്. പറഞ്ഞയക്കുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് അവർ ബഹളം വെക്കുകയും അവസാനം യേശുവിനെ പിടിച്ച് രാജാവാക്കുകയും ചെയ്യും. യഹൂദന്മാർക്ക് ഇപ്രകാരം ഒരു രാജാവ് ഉണ്ടായിരിക്കുന്നു എന്ന് റോമാക്കാര് കേട്ടാൽ പിന്നെ പ്രശ്നമാണ്. പടയാളികൾ വന്ന് അവിടെ രാജാവാകാൻ ശ്രമിച്ചവനെയും രാജാവാക്കിയവരെയും എല്ലാം വധിക്കുമെന്ന് സംശയമില്ല. അതുകൊണ്ട് അവിടെ അനാവശ്യമായ ഒരു വിപ്ലവം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു പുരുഷാരത്തെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ മറ്റൊരു സംശയം തോന്നും, യേശു പുരുഷാരത്തെ പറഞ്ഞയക്കുമ്പോൾ യേശു എന്തിനാണ് ശിഷ്യന്മാരെ കൂടെ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നത്? കാരണം ഈ ശിഷ്യന്മാരും ഒരളവോളമെങ്കിലും ഈ പൊതുജനങ്ങളെ പോലെയാണ്. ജനങ്ങൾ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇവർക്ക് ബോധ്യമായാൽ വേണമെങ്കിൽ ഇവരുടെ ജനങ്ങളുടെ കൂട്ടത്തിൽ കൂടുകയും അവസാനം യേശുവിനെ രാജാവാക്കി അടങ്ങൂ എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ ഒത്തുകൂടുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട്. ശിഷ്യന്മാരവിടെ നിന്നാലേ കൂടുതൽ പ്രശ്നമുണ്ടാകത്തേ ഉള്ളൂ എന്ന് കർത്താവിന് അറിയാം. ആ കാരണത്താലാണ് കർത്താവ് ജനത്തെ മാത്രമല്ല ശിഷ്യന്മാരെയും പറഞ്ഞു വിടുന്നത്. അങ്ങനെ ശിഷ്യന്മാരും എല്ലാം പോവുകയാണ്. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ഇവിടെ കർത്താവ് ചെയ്ത ഒരു കാര്യമുണ്ട്. ജനങ്ങളെ പറഞ്ഞയച്ചു, തന്നെ ശിഷ്യന്മാരെയും പറഞ്ഞയച്ചു. അതിനുശേഷം യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. യോഹന്നാൻ സ്നാപകന്റെ മരണം കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല. യേശുവിന് ദൈവത്തോട് അല്പ കാര്യം സംസാരിക്കുവാനുണ്ട്, പ്രാർത്ഥിക്കുവാനുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഏകാന്ത സ്ഥലത്തേക്ക് വന്നത്. പക്ഷെ യേശു അവിടെ വന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളെല്ലാം കൂടെ വട്ടം കൂടി. അതുകൊണ്ട് പുരുഷാരത്തെ കണ്ട് യേശു മനസ്സലിഞ്ഞു. അവരുടെ രോഗികളെ സൗഖ്യമാക്കുകയും അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്തു.
അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെയും പറഞ്ഞയച്ചു, ജനത്തെയും പറഞ്ഞയച്ചു. അല്പം സ്വസ്ഥത കിട്ടുകയാണ്. എത്രയും വേഗം തനിക്ക് അല്പസമയം പ്രാർത്ഥിച്ചേ മതിയാകൂ എന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശു ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്നയാളാണ്. അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ എഴുതിയത്, യേശു ജനത്തോട് സംസാരിക്കുന്നതിന് മുമ്പായി തന്നെ ദൈവത്തോട് സംസാരിക്കുമായിരുന്നു എന്നാണ്. അല്ലെങ്കിൽ യേശു ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ജനത്തോട് സംസാരിക്കുകയുള്ളൂ. അത് ശരിയാണ്. പ്രാർത്ഥനയുടെ വില അല്ലെങ്കിൽ പ്രാധാന്യം എത്രത്തോളമെന്ന് മറ്റാരേക്കാളും അധികം യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും പിതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുമായിരുന്നു. സമയം കിട്ടിയില്ലെങ്കിൽ സമയം ഉണ്ടാക്കിയാണെങ്കിലും പോകുമായിരുന്നു. കർത്താവിനെ ഇവിടെ അല്പസമയം തനിച്ചിരിക്കേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. അതിന് ഈ ജനം ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശിഷ്യന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ നടക്കത്തില്ല. മാത്രമല്ല, ശിഷ്യന്മാരിങ്ങനെ പടകിൽ കയറി പോകുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് യേശുവും കൂടെ കാണും. ശിഷ്യന്മാരെ മറുകര എത്തുമ്പോഴേക്കും ഇവരും അവിടെ എത്തും. അങ്ങനെ ശിഷ്യന്മാര് പോകുന്ന കണ്ടാൽ യേശു കൂടെ പോയി എന്ന് ധരിച്ച് ജനങ്ങളെ പിരിഞ്ഞു പോകുവാനും ഇടയായിത്തീരും. ഈ കാര്യങ്ങളെല്ലാം കൂടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ ആദ്യമായിട്ട് പറഞ്ഞു വിടുന്നത്. മാത്രമല്ല, ഇവിടെ ജനത്തെയും പറഞ്ഞു വിട്ടു. അതിനുശേഷം യേശു തനിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മലമേൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. അങ്ങനെ വൈകിട്ട് ഏകാന്തമായിട്ടിരുന്ന് ദൈവത്തോട് സംസാരിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് അങ്ങനെ ഇരിക്കുകയാണ്. രാത്രി മുഴുവൻ വരെ പടക് ഓടിക്കുകയാണ്. ഗലീല കടല് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കടലൊന്നുമല്ല. പരമാവധി വീതി എന്ന് പറഞ്ഞത് 8 മൈലാണ്. ഇവരെ നിൽക്കുന്ന സ്ഥലത്തെ അതിലും കുറവായിരിക്കാനും സാധ്യതയുണ്ട്. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വരഞ്ഞിരുന്നു. ഈ ഗലീല കടലിന്റെ ഒരു പ്രത്യേകത ഏതാണ്? വിശേഷിച്ചൊരു കാരണവും കൂടാതെ കാറ്റും കോളും ഉണ്ടാകും. പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറും. ഇവരെ നടുക്കടലിലായി കഴിഞ്ഞപ്പോഴേക്കും കാറ്റ് പ്രതികൂലമായി, വലിയ തിരകളൊക്കെ ഉണ്ടായി. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു. ഇവിടെ ശിഷ്യന്മാർ സഞ്ചരിക്കുന്ന വള്ളം മുങ്ങുന്ന സ്ഥിതിയിലായിരിക്കുകയാണ്. ഈ ബൈബിൾ സ്റ്റഡിയുടെ 4-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.